മുഴുവൻ ഇറാൻ അമേരിക്ക സംഘർഷങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന അവസരം മുതലെടുത്ത് ഉത്തര കൊറിയ തങ്ങളുടെ അത്യാധുനികവും വിനാശകരവുമായ പുതിയ യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന പരീക്ഷണ പരമ്പരകളിലൂടെ സ്ഫോടനങ്ങളെക്കാൾ ഉപരിയായി ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള ആയുധങ്ങളാണ് കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചത്. യുദ്ധമുറകളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുന്ന ഈ നീക്കം ദക്ഷിണ കൊറിയയെയും അമേരിക്കയെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ആയുധങ്ങൾ, കാർബൺ ഫൈബർ ബ്ലാക്ക് ഔട്ട് ബോംബുകൾ, നവീകരിച്ച ഹാങ്സോങ് 11 മിസൈലുകൾ എന്നിവയാണ് വടക്കൻ കൊറിയ ഈ ദിവസങ്ങളിൽ പരീക്ഷിച്ചത്. സാധാരണ മിസൈലുകൾ കെട്ടിടങ്ങളെയും മനുഷ്യരെയും തകർക്കുമ്പോൾ ഈ പുതിയ ആയുധങ്ങൾ ശത്രുരാജ്യത്തിന്റെ വൈദ്യുതി ബന്ധം, വാർത്താവിനിമയ ശൃംഖലകൾ, സൈനിക റഡാറുകൾ എന്നിവയെ തൽക്ഷണം പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ളവയാണ്. ഒരു വെടിയൊച്ച പോലും കേൾപ്പിക്കാതെ ഒരു നഗരത്തെ ഇരുട്ടിലാക്കാൻ ഇവയ്ക്ക് കഴിയും. ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ ആയുധങ്ങളെ പ്രത്യേക ആസ്തികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇവയുടെ സാങ്കേതിക വശങ്ങൾ അതീവ രഹസ്യമായി വെച്ചിരിക്കുകയാണെങ്കിലും പരീക്ഷണങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണെന്ന് നിരീക്ഷകർ പറയുന്നു. ദക്ഷിണ കൊറിയൻ സൈന്യം ഈ ദിവസങ്ങളിൽ നിരവധി മിസൈൽ വിക്ഷേപണങ്ങൾ തങ്ങളുടെ റഡാറുകളിൽ കണ്ടെത്തിയിരുന്നു. 240 മുതൽ 700 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള മിസൈലുകളാണ് വടക്കൻ കൊറിയ വിക്ഷേപിച്ചത്. ഈ പരീക്ഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം കാർബൺ ഫൈബർ ബോംബുകളാണ്. ഇവ ഒരു പ്രദേശത്തെ പവർ ഗ്രിഡുകൾക്ക് മുകളിൽ വിന്യസിച്ചാൽ ലക്ഷക്കണക്കിന് ചെറിയ കാർബൺ നൂലുകൾ വൈദ്യുതി ലൈനുകളിൽ കുടുങ്ങുകയും ഷോർട്ട് സർക്യൂട്ട് വഴി ആ പ്രദേശം മുഴുവൻ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലാവുകയും ചെയ്യും. ആശുപത്രികൾ, ബാങ്കുകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇതോടെ സ്തംഭിക്കും. വലിയ സ്ഫോടനങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കുറ്റമായി കാണാനും കഴിയില്ല എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അഥവാ EMP ആയുധങ്ങളും അതീവ അപകടകാരികളാണ്. അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിൽ ഇത്തരം ആയുധങ്ങൾ പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന കാന്തിക തരംഗങ്ങൾ താഴെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും നശിപ്പിക്കും. മൊബൈൽ ഫോണുകൾ മുതൽ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഇതോടെ ഉപയോഗശൂന്യമാകും. ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള സംവിധാനങ്ങളെ പോലും ഇത്തരം തരംഗങ്ങൾ വഴി തളർത്താൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ഹ്വാങ്സോങ് 11 മിസൈലുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന പുതിയ തരം ക്ലസ്റ്റർ വാർഹെഡുകളും വടക്കൻ കൊറിയ പരീക്ഷിച്ചു. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രഹരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരീക്ഷണങ്ങൾ നേരിട്ട് നിരീക്ഷിച്ച കിം ജോങ് ഉൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തെയും സാങ്കേതിക വളർച്ചയെയും പ്രശംസിച്ചു. തങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല എന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അമേരിക്കയുടെ ശ്രദ്ധ പൂർണ്ണമായും ഇറാനിലും ഉക്രൈനിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്താണ് ഉത്തര കൊറിയ ഈ നീക്കം നടത്തിയത് എന്നത് രാഷ്ട്രീയ തന്ത്രമായാണ് കാണപ്പെടുന്നത്. ലോക ശ്രദ്ധ തിരിക്കുമ്പോൾ തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതിയൊക്കെ ഒന്ന് മിനുക്കിയെടുക്കാൻ കിം ജോങ് ഉൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയുടെ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഇസ്ലാമാബാദിൽ ഇറാൻ വിഷയത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ കൊറിയൻ മുനമ്പിൽ പുകയുന്ന ഈ പുതിയ സംഘർഷം വാഷിംഗ്ടണിന് വലിയ തലവേദനയാകും. ദക്ഷിണ കൊറിയ ഈ പരീക്ഷണങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന് സോൾ വ്യക്തമാക്കി. അമേരിക്കയുമായി ചേർന്ന് കൂടുതൽ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്താൻ ദക്ഷിണ കൊറിയ ആലോചിക്കുന്നുണ്ട്. എങ്കിലും സ്ഫോടനമില്ലാത്ത ഇത്തരം ഡിജിറ്റൽ യുദ്ധമുറകളെ പ്രതിരോധിക്കുക എന്നത് സോളിന് വലിയ വെല്ലുവിളിയായിരിക്കും. ആധുനിക കാലത്തെ യുദ്ധങ്ങൾ വെറും തോക്കുകൾ കൊണ്ടുള്ളതല്ല, മറിച്ച് സാങ്കേതിക വിദ്യ കൊണ്ടുള്ളതാണെന്ന് ഉത്തര കൊറിയ തെളിയിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഇന്റർനെറ്റ് സംവിധാനവും വൈദ്യുതിയും തകർത്താൽ ആ രാജ്യം പകുതി കീഴടങ്ങിയതിന് തുല്യമാണ്. പട്ടിണിയും ഉപരോധങ്ങളും നേരിടുമ്പോഴും ഉത്തര കൊറിയ എങ്ങനെ ഇത്രയും ഉയർന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നുണ്ട്. റഷ്യയുടെയോ ചൈനയുടെയോ രഹസ്യ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു. ഈ ആയുധങ്ങളുടെ ദൂരപരിധി പരിശോധിച്ചാൽ ദക്ഷിണ കൊറിയയിലെ എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും ജപ്പാനിലെ ചില ഭാഗങ്ങളും ഇവയുടെ പരിധിയിൽ വരുമെന്നത് വ്യക്തമാണ്. പസഫിക് മേഖലയിലെ സമാധാനം ഇതോടെ കൂടുതൽ അപകടത്തിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉത്തര കൊറിയയെ തളർത്തുന്നില്ലെന്ന് മാത്രമല്ല, അവരെ കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതും ഗൗരവകരമാണ്.
സൈനിക നിരീക്ഷകർ പറയുന്നത് ഉത്തര കൊറിയയുടെ ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്നാണ്. ഇറാൻ വിഷയത്തിൽ ഇടപെടുന്നതിനിടെ അമേരിക്കയ്ക്ക് വടക്കൻ കൊറിയയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വശത്ത് ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം കൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുമ്പോൾ മറുവശത്ത് ഉത്തര കൊറിയ തങ്ങളുടെ രഹസ്യ സാങ്കേതിക വിദ്യയുമായി രംഗത്തെത്തുന്നു. കൊറിയൻ മുനമ്പിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ജപ്പാനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ജപ്പാൻ കടലിലേക്ക് പതിച്ച മിസൈലുകൾ തങ്ങളുടെ സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ടോക്കിയോ പറഞ്ഞു. വടക്കൻ കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് ജപ്പാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചൈനയുടെയും റഷ്യയുടെയും നിലപാടുകൾ പലപ്പോഴും ഉത്തര കൊറിയയ്ക്ക് അനുകൂലമായി മാറുകയാണ്. കിം ജോങ് ഉന്നിന്റെ ഈ രഹസ്യ ആയുധങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇനിയും വ്യക്തമല്ല. യുദ്ധകളത്തിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമേ ഇവയുടെ യഥാർത്ഥ കരുത്ത് മനസ്സിലാക്കാൻ കഴിയൂ. എങ്കിലും ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ ഉത്തര കൊറിയ കാണിക്കുന്ന സന്നദ്ധത വലിയൊരു പ്രകോപനമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് ഇത് കാരണമായേക്കാം. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ കൊറിയ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഇസ്ലാമാബാദിലെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ഉത്തര കൊറിയയെ കൂടുതൽ പ്രകോപനപരമായ നടപടികൾക്ക് പ്രേരിപ്പിച്ചേക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചേക്കാം. എന്നാൽ റഷ്യയും ചൈനയും വീറ്റോ അധികാരം ഉപയോഗിച്ച് വടക്കൻ കൊറിയയെ സംരക്ഷിക്കാനാണ് സാധ്യത. ഇത് UN പോലുള്ള സംഘടനകളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉപരോധങ്ങൾ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൊറിയയിൽ കാണുന്നത്. സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ വാർത്തകൾ വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയിലാണ് ദക്ഷിണ കൊറിയൻ അതിർത്തിയിലുള്ളവർ കഴിയുന്നത്. വൈദ്യുതിയും ഇന്റർനെറ്റും പോയാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ധാരണയില്ല. സമാധാന ചർച്ചകൾ കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിക്കും പരിഹാരം കാണാനാവൂ. ഉത്തര കൊറിയയുടെ സാങ്കേതിക വളർച്ച മറ്റ് ചെറിയ രാജ്യങ്ങൾക്കും പ്രചോദനമായേക്കാം. കുറഞ്ഞ ചിലവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്തരം ആയുധങ്ങൾ ഭീകര സംഘടനകളുടെ കൈകളിലെത്തിയാൽ അത് ലോകത്തിന് വലിയ ഭീഷണിയാകും. ആയുധ വ്യാപന നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഹ്വാങ്സോങ് 11 മിസൈലുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചത് അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സേനയ്ക്ക് ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടി വരും. നിലവിലുള്ള മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾ ഇത്തരം ക്ലസ്റ്റർ വാർഹെഡുകളെ തടയാൻ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങൾ നടന്ന 3 ദിവസവും വടക്കൻ കൊറിയൻ ജനതയ്ക്ക് വിജയത്തിന്റെ ആഘോഷമായിരുന്നു. തങ്ങളുടെ രാജ്യം ലോകശക്തികളെ വെല്ലുവിളിക്കുന്നു എന്നത് അവർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഭരണകൂടത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത്തരം സൈനിക പ്രകടനങ്ങൾ സഹായിക്കുന്നുണ്ട്. സമാധാനത്തിനായുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിന്റെ പുതിയ തന്ത്രങ്ങൾ ഒരുങ്ങുന്നു എന്നത് വിരോധാഭാസമാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഇത്തരം ആയുധങ്ങൾ നശിപ്പിക്കപ്പെടേണ്ടതാണ്. വൻ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ ബലിയാടാകുന്നത് സാധാരണ ജനങ്ങളാണ്. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ഉത്തര കൊറിയയുടെ നീക്കങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു എന്ന് പ്രതികരിച്ചു. ഇറാൻ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും വടക്കൻ കൊറിയയെ തങ്ങൾ മറന്നിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും പ്രായോഗികമായി എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ വ്യക്തതയില്ല. വരും ദിവസങ്ങളിൽ വടക്കൻ കൊറിയ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായും സജ്ജമാണെന്ന് ഉറപ്പുവരുത്താൻ അവർ ശ്രമിക്കും. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം എത്തരത്തിൽ പ്രതികരിക്കും എന്നത് നിർണായകമാണ്. നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ അനിവാര്യമായി വരും. റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചേർന്നുള്ള ഒരു പുതിയ സഖ്യം രൂപപ്പെടുന്നുണ്ടോ എന്ന സംശയവും പലരും പങ്കുവെക്കുന്നുണ്ട്. അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ ഈ രാജ്യങ്ങൾ കൈകോർത്താൽ അത് ലോകക്രമത്തെ തന്നെ തകിടം മറിക്കും. ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഇവർ തമ്മിൽ കൈമാറുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. സ്ഫോടനമില്ലാത്ത ആയുധങ്ങൾ എന്ന ആശയം യുദ്ധത്തിന്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നേരിട്ടുള്ള കൊലപാതകങ്ങളെക്കാൾ ഉപരിയായി ഒരു സമൂഹത്തെ മൊത്തമായി തളർത്തുന്നത് വലിയൊരു കുറ്റകൃത്യമാണ്.
പട്ടിണിയും ദുരിതവും വിതയ്ക്കുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾക്കെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ഉത്തര കൊറിയയുടെ പുതിയ ആയുധ പരീക്ഷണങ്ങൾ ലോകത്തെ വീണ്ടും ഒരു യുദ്ധമുനമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ശ്രദ്ധ മാറിയത് മുതലെടുത്ത് കിം ജോങ് ഉൻ നടത്തിയ ഈ നീക്കം അതീവ ഗൗരവകരമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം പുതിയ ചതിക്കുഴികളിലേക്ക് നീങ്ങുമ്പോൾ സമാധാനത്തിനായി ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു വലിയ വിപത്തൊഴിവാക്കാൻ നയതന്ത്രം എത്രയും വേഗം വിജയിക്കേണ്ടതുണ്ട്. ഉത്തര കൊറിയയുടെ ഈ രഹസ്യ യുദ്ധം എവിടെ അവസാനിക്കുമെന്ന് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്.